Stress is a condition involving demand on physical or mental energy. This demand on mind-body occurs when you try to cope with incessant changes in life. It covers a huge range of phenomena, from mild irritation to the kind of severe problems that might result in a real breakdown of health. Signs of stress may be cognitive, emotional, physical, or behavioral. Though stress is synonymous with a negative condition, a total stress-free life is not synonymous to growth and progress in an individual's life. For any growth to happen, there must be a certain amount of pressure to stretch beyond your normal capabilities. And you can find pressure in every aspect of this creation, leading to a newer form of existence. Universe is a movement, and to move you need force or pressure. If there were no pressure, would water be absorbed from the soil by the roots? If there were no pressure, would a child be born? Stress is a pressure that nature or universe creates to push you to the next level of growth. Hence, an optimal stress is always essential. But today, the curse of modern society is immense psychological pressure, and this is precisely because of a transitional shift happening from one civilization to another at a rapid pace. The emergence of the new and the termination of the old is creating great stress. There is an accelerated change in every sphere. People who are not able to adapt to the new are put through enormous stress. However, the demand of the hour is not only to equip yourself with new skills, but also to work on the integration of the families. A healthy family system would certainly provide you the strength, the intelligence, and an appropriate emotional state to withstand these challenging times. Therefore, focus on improving your family relationships. ശാരീരികമോ മാനസികമോ ആയ ഊർജം ആവശ്യമായ സന്ദർഭങ്ങളിൽ മനുഷ്യന് ഉണ്ടാകുന്ന വികാരമാണ് പിരിമുറുക്കം. ഇടവിടാതുള്ള മാറ്റങ്ങൾ നിരന്തരം സംഭവിക്കുമ്പോൾ ശരീരവും മനസ്സും പിരിമുറുക്കത്തിലൂടെ പ്രതികരിക്കുന്നു. ചെറിയ തോതിലുള്ള അസഹ്യത മുതൽ വളരെ സങ്കീർണമായ ക്രോധവും ക്ഷോഭവും വരെയുള്ള നിരവധി മിശ്രവികാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഈ വികാരം വളരെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹേതുവാകുന്നു. പിരിമുറുക്കത്തിൻ്റെ ലക്ഷണങ്ങൾ മാനസികമോ ശാരീരികമോ അല്ലെങ്കിൽ ധാരണകളിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോ ആകാം. പിരിമുറുക്കത്തെ ഒരു നെഗറ്റീവ് വികാരമായിട്ടാണ് നാം കണക്കാക്കുന്നത്. പക്ഷേ തീർത്തും പിരിമുറുക്കരഹിതമായ ഒരു ജീവിതത്തിൽ വളർച്ചയോ പുരോഗതിയോ ഉണ്ടായിരിക്കുകയില്ല. ഏതൊരു അഭിവൃദ്ധിക്കും വികസനത്തിനും വളർച്ചയ്ക്കും ചെറിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ആവശ്യമാണ്. കാരണം സാമാന്യ കഴിവുകൾക്കുമപ്പുറം നമ്മുടെ പ്രകടനങ്ങളെ ഉയർത്തുവാൻ സഹായകമാകുന്നത് ഈ സമ്മർദ്ദമാണ്. പ്രകൃതിയുടെ ഓരോ തന്തുവിലും ഈ സമ്മർദ്ദം അന്തർലീനമായിരിക്കുന്നത് കാണാനാകും. പ്രപഞ്ചം ചലനാത്മകമാണ്. ചലനമുണ്ടാകുവാൻ ശക്തി അഥവാ സമ്മർദ്ദം കൂടിയേ തീരൂ. വേരുകൾക്ക് ഭൂമിയിലെ വെള്ളം ആഗിരണം ചെയ്യുവാൻ സമ്മർദ്ദം ആവശ്യമാണ്. സമ്മർദ്ദമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെങ്ങനെ? ആയതിനാൽ പ്രപഞ്ചമോ പ്രകൃതിയോ ചെറിയ തോതിലുള്ള പിരിമുറുക്കം എന്ന സമ്മർദ്ദം നമ്മിൽ ചെലുത്തുന്നത് നമ്മെ അടുത്ത ഘട്ട വളർച്ചയിലേക്ക് ഉന്തിത്തള്ളി വിടുവാനാണ്. അത് അത്യന്താപേക്ഷിതവുമാണ്. എന്നാൽ ഇന്ന് വളരെ കടുത്ത തോതിലുള്ള മാനസിക പിരിമുറുക്കം നമ്മുടെ ആധുനിക സമുദായത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്നു. ഇതിനു കാരണം നാഗരികതയുടെ അതിവേഗത്തിലുള്ള വളർച്ചയാണ്. ദ്രുതഗതിയിൽ നടക്കുന്ന പഴമയുടെ തിരോധാനവും പുതുമയുടെ ആഗമനവും അതേപടി ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുമ്പോൾ അത് പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. ഇതിനെ നേരിടുവാൻ പുതിയ മേഖലകളെ പറ്റിയുള്ള അറിവും നിപുണത്വവും മാത്രം മതിയാകില്ല. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളാണ്. പിരിമുറുക്കത്തെ തരണം ചെയ്യുവാൻ ആവശ്യമായ ശക്തിയും ഉണർവും ബുദ്ധിസാമർഥ്യവും വൈകാരിക പിന്തുണയും ആരോഗ്യകരമായ കുടുംബാന്തരീക്ഷത്തിന് മാത്രമേ നൽകാനാകൂ. ആയതിനാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമായിരിക്കുവാനായി ആത്മാർത്ഥമായി ശ്രമിക്കുക. ആത്മചിന്തനം ചെയ്യുവാൻ
നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തെ എങ്ങനെ വിലയിരുത്തും? 1. അനുകൂലമായ ചെറിയ തോതിൽ. 2. അമിതമായ അളവിൽ. അസുഖകരമായ ബന്ധങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇപ്പം ഞാൻ 10th പഠിക്കുന്നു. ഞാൻ 5th ഗ്രേഡിൽ പഠിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത് എനിക്ക് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടെന്ന്. അതെൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഹെറിഡിറ്ററിയാ, ഇവക്കും ഇത് വരും, എന്താ ഇത്ര കുഞ്ഞിലെ. എല്ലാവരോടും പറയുമ്പോഴെല്ലാം അവർ ചോദിക്കുമായിരുന്നു എന്താ ഇത്ര കുഞ്ഞിലെ ഈ സ്പോണ്ടിലൈറ്റിസ് വരുന്നത്, ഇത്രയും ചെറിയ കുട്ടിക്ക് ഇതൊക്കെ വരാവോ. പിന്നെ ടീച്ചേഴ്സിനോട് ലീവ് ലെറ്റർ എല്ലാം എഴുതുമ്പം അവരെന്നെ കള്ളം പറയാന്ന് വെച്ച് മാറ്റി വരെ നിർത്തിയിട്ടുണ്ട്. കള്ളം പറയത് കുട്ടി, എന്താ ഇത്, കുഞ്ഞു കുട്ടികൾക്കൊന്നും ഷോൾഡർ പെയിൻ ഒന്നും വരത്തില്ലല്ലോ എന്ന്. അന്നൊക്കെ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു എന്താ ഇതിന് ചെയ്യേണ്ടത്, എന്താ ഇതിന് റെമഡി ആയിട്ട് എടുക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു, ഒത്തിരി മെഡിസിൻസ് എടുത്തു, ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. പിന്നെ അമ്മ ഭഗവാന്റെ ആരോഗ്യദീക്ഷ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ എൻ്റെ അമ്മ ആദ്യം പോയത് അറ്റൻഡ് ചെയ്തു. അമ്മ അറ്റൻഡ് ചെയ്തതിന് അമ്മയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അമ്മ 20 years ആയിട്ട് പച്ചവെള്ളത്തിലല്ലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്, ചൂടുവെള്ളത്തിലായിരുന്നു. പക്ഷേ അമ്മ ഭഗവാന്റെ അടുത്ത് പോയതിന് ശേഷം അമ്മ ചൂടുവെള്ളം തൊട്ടിട്ടേ ഇല്ല. ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ. അപ്പം എനിക്കിപ്പോൾ പ്രോഗ്രാംസിനെല്ലാം പോയിട്ട് വരുമ്പോഴും അല്ല ഇപ്പോൾ സ്പോർട്സിനെല്ലാം പോയിട്ട് വരുമ്പോഴും എനിക്ക് ബെഡിൽ നിന്ന് എണിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് വേദനയായിരുന്നു ദേഹം ഫുള്ളും. പക്ഷേ ഈ ആരോഗ്യദീക്ഷ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ യോഗയൊക്കെ ചെയ്യുമ്പം 2 ദിവസം എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോഴ്സ് മൊത്തവും പൂർത്തിയാക്കി ഞാൻ വീട്ടിലെത്തിയപ്പം എൻ്റെ ദേഹത്ത് ഒരു പെയിനും ഇല്ലായിരുന്നു. അതായത് എൻ്റെ സ്പോണ്ടിലൈറ്റിസ് മൊത്തമായിട്ട് മാറി. ഞാൻ പിന്നെ ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല.
touch it down.